ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സ്റ്റാറ്റിലെ ഇൻഡെക്സ് നമ്പർ അല്ലേ, അല്ലെങ്കിൽ ഇന്ന് മലയാളത്തിൽ എന്താ പറയുക, സൂചക സംഖ്യകൾ അല്ലെങ്കിൽ സൂചിക സംഖ്യകൾ എന്ന് പറയാറുണ്ട്. അപ്പോൾ ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തെ സൂചിപ്പിക്കുന്നതല്ലേ. അപ്പോൾ ഈ പറയുന്ന ചാപ്റ്ററിന് പരീക്ഷ ഉറപ്പായിട്ടും 4 അല്ലെങ്കിൽ 3 മാർക്ക് തരുന്ന ഒരു ചോദ്യമുണ്ട്. ഓക്കെ, മിക്കവാറും നിങ്ങളുടെ പരീക്ഷയ്ക്കും ഇത്തവണയും വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യനാണ്. ഇതാ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. കാൽക്കുലേറ്റ് സിമ്പിൾ ആഗ്രിഗേറ്റീവ് പ്രൈസ് ഇൻഡെക്സ്. എന്താ പറയുക, എന്ന് പറയും ലളിതമായ മൊത്തവില സൂചിക. മലയാളത്തിൽ മറ്റൊരു പേരുണ്ട് കേവല സഞ്ചിത വില എന്നും പറയാം കേട്ടോ. കേവല സഞ്ചിത വില എന്നും പറയാറുണ്ട്. കേവല സഞ്ചിത വില സൂചിക കണ്ടെത്തുക എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, ചോദ്യം വരാം. അപ്പോൾ പേടിക്കൊന്നും വേണ്ട, സംഗതി എന്താ ചോദിച്ചത്, സിമ്പിൾ ആഗ്രിഗേറ്റീവ് പ്രൈസ് ഇൻഡെക്സ്. ഇനി നിങ്ങൾ പഠിച്ച മലയാളത്തിലല്ല ക്വസ്റ്റ്യൻ വന്നെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എപ്പോഴും ഞാൻ പറയാറുണ്ട്, ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഇംഗ്ലീഷ് സൈഡ് വായിച്ചു നോക്കുക. അവിടെ ഇങ്ങനെ ഒരു വേർഡ് കാണുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ നമ്മളോട് എന്താ വെച്ചാൽ സിമ്പിൾ ആഗ്രിഗേറ്റീവ് പ്രൈസ് ഇൻഡെക്സ് ആണ്. അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ നമുക്ക് വേണ്ട ഇക്വേഷൻ ആണ് നോക്കിക്കൊണ്ടിടാം. P01 = നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെ വരണ്ടേ, സിഗ്മ P1 ഡിവൈഡ് ബൈ സിഗ്മ P0 ഇൻറ്റു 100 എന്ന് പറയുന്ന ഇക്വേഷനാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, എന്താണ് ഇക്വേഷൻ? സിഗ്മ P1 ഡിവൈഡ് ബൈ സിഗ്മ P0 ഇൻറ്റു 100 എന്നാണ് വേണ്ടത്. ഇത് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, വൃത്തിയായിട്ട് പഠിച്ചേക്കുക. ഓക്കെ, ഇത് പഠിക്കുക, വൃത്തിയായിട്ട് പഠിച്ചേക്കുക, നിങ്ങളെ കൊണ്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ എന്താണ്, ബേസ് ഇയർ പീരീഡും അതുപോലെ കറണ്ട് ഇയർ പീരീഡും തന്നിട്ടുണ്ട്. നമുക്കറിയാം ഈ പറഞ്ഞ പഴയതിനാണ് നമ്മൾ 0 കാണിക്കലേ, അഥവാ ബേസ് ഇയർ കാണിക്കാനാണ് നമ്മൾ എന്ത് ചെയ്യുക 0 ഉപയോഗിക്കാറുള്ളത്. ആൻഡ് 1 കാണിക്കുന്നത് കറണ്ട് ഇയറിനെ കാണിക്കാനാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ആ ഒരു വ്യത്യാസം തന്നെ മനസ്സിലാവല്ലോ. അപ്പോൾ കറണ്ട് ഇയർ പ്രൈസ് തന്നിട്ട് അതുപോലെ ബേസ് പീരീഡ് പ്രൈസ് തന്നിട്ട്, പ്രൈസ് നമ്മൾ P എന്ന് സൂചിപ്പിക്കും അല്ലേ, രണ്ട് സൈഡത്തും P തന്നിട്ടുണ്ട്. അപ്പോൾ പ്രൈസിന് P എന്ന് കൊടുക്കാം. ബേസ് ഇയർ ആയതുകൊണ്ട് P0 എന്നും കറണ്ട് ഇയർ ആയതുകൊണ്ട് P1 എന്ന് കൊടുക്കാം. അപ്പോൾ P1 ഉം P0 കണ്ടെത്തുക എന്നതാണ് ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. ഓക്കെ, അപ്പോൾ അതിനുള്ള ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ട്രിക്കാണ് ഞാനിവിടെ പറഞ്ഞത്. വേറെ ഒന്നുമില്ല, പഴയതാണെങ്കിൽ നമ്മളെപ്പോഴും 0 വരല്ലേ. ഒരു കാര്യം പഴയതാണെങ്കിൽ നമ്മൾ അതിനെന്താ പറയുക, അയാൾ ഔട്ട്ഡേറ്റഡ് ആണ്, 0 എന്ന് പറയാം. ഒരാൾ പുതിയതായിട്ട്, കറണ്ട് എന്ന് പറഞ്ഞാൽ ഏറ്റവും പുതിയത് അല്ലേ. അപ്പോൾ കറണ്ട് ആയിട്ടുള്ള ഇയർ ആണെങ്കിൽ നമ്മൾ എന്താ പറയും, അതിന് നമ്പർ 1 എന്നാണ് പറയാറുള്ളത് അല്ലേ. ഓക്കെ, കറണ്ട് ആണ് നമ്മൾ എന്താ അതിന് പറയാം, പുതിയതായിട്ടുള്ള കാര്യങ്ങൾ പറയാറില്ലേ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിക്കുക, ഏറ്റവും പുതിയതായിട്ടുള്ള ആൾക്കാർ, ലേറ്റസ്റ്റ് ആയിട്ടുള്ള സാധനത്തിന് നമ്മൾ എന്താ പറയും, കറണ്ട് ആയിട്ടുള്ള സംഗതി അല്ലേ, അല്ലെങ്കിൽ ഏറ്റവും പുതിയതിന് നമ്മൾ എന്താ പറയും, നമ്പർ 1 എന്ന് പറയും. അപ്പോൾ 1 ചേർത്ത് നിങ്ങൾ ഇവിടെ എന്തെങ്കിലും കാണുമെങ്കിൽ അത് കറണ്ട് ഇയർ ആണെന്നും 0 ആണ് ചേർത്തെങ്കിൽ ബേസ് ഇയർ ആണെന്ന് ഓർത്തുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ P1 എന്ന് പറഞ്ഞാൽ കറണ്ട് ഇയർ ആണല്ലേ, കറണ്ട് ഇയറിലെ പ്രൈസ് ആണ്. Q1 എന്ന് പറയുന്നതായിരിക്കും കറണ്ട് ഇയറിലെ ക്വാണ്ടിറ്റി ആണ്. ഇനി അതേപോലെ P0 എന്ന് പറയുന്നത് ഈ പറഞ്ഞ ബേസ് ഇയറിലെ പ്രൈസ് ആണ്. ആൻഡ് Q0 എന്ന് പറയുന്നതായിരിക്കും ബേസ് ഇയറിലെ ക്വാണ്ടിറ്റി ആയിരിക്കും അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോർത്തുക. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. അതിനാദ്യം ഞാൻ എന്ത് ചെയ്യുന്നു, ഈ പറഞ്ഞ സംഗതികളൊക്കെ മാറ്റി എഴുതി കേട്ടോ. ഇവിടെ നോക്കണേ. അപ്പോൾ നിങ്ങളവിടെ ചെയ്യേണ്ട കാര്യം, അടുത്തൊരു ടേബിൾ വരക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട കാര്യം, നിങ്ങളവിടെ എഴുതുന്നു കമ്മോഡിറ്റീസ്. ഓക്കെ, കമ്മോഡിറ്റീസ് എന്ന് കൊടുക്കുന്നു. കമ്മോഡിറ്റീസ് അഥവാ വസ്തുക്കൾ, സാധനങ്ങൾ എന്ന് പറയാം. ഈ കമ്മോഡിറ്റീസ് എഴുതുന്നു, അതേപോലെ അതിൻ്റെ P1 എഴുതുന്നു, അതുപോലെ തന്നെ അതിൻ്റെ P0 എഴുതുന്നു. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ ചെയ്ത് വെക്കുന്നത്, നോക്കിക്കൊണ്ടിടാം. അപ്പോൾ ഞാനിവിടെ ആദ്യം P0 എന്ന് കൊടുത്തു ആൻഡ് P1 എന്ന് കൊടുത്തു. കമ്മോഡിറ്റീസ് A B C D E 5 എണ്ണല്ലേ ഉള്ളൂ. യെസ്, 5 കാര്യങ്ങളുള്ളത്. അതിൻ്റെ പ്രൈസ് ഞാൻ കൊടുക്കുന്നത് 10 15 30 25 40. 10 15 30 25 40 വാല്യൂസ് കൊടുത്തു. നെക്സ്റ്റ് 20 20 50 30 60. 20 20 50 30 60. ഇവിടെ ഒറ്റ വാക്കിൽ തന്നെ നിങ്ങൾക്ക് ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നമ്മുടെ പഴയത് അഥവാ P0 നിന്നും P1 എത്തുമ്പോൾ എല്ലാ സാധനത്തിൻ്റെയും വില കൂടിയിട്ടുണ്ട്. നോക്കിയാൽ നിങ്ങളുടെ എല്ലാ സാധനങ്ങളുടെയും വില കൂടിയിട്ടുണ്ടെന്നുള്ള കാര്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമുണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾ ആ ഒരു ലോജിക്ക് മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും ഞാൻ ഈ പറഞ്ഞ കാര്യം എന്തിനാ അറിയാം, വേറെ ഒന്നുമല്ല, നമ്മുടെ P1 P0 വാല്യൂ എത്രയെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഉറപ്പായിട്ട് നിങ്ങൾ ഉറപ്പിച്ചോളൂ, നമ്മുടെ ഇവിടെ കിട്ടാൻ പോകുന്ന വാല്യൂ 100ൻ്റെ മുകളിലുള്ള സംഖ്യ ആയിരിക്കും. അതെങ്ങനെയെന്ന് ഞാൻ പറഞ്ഞുതരാം. വേറെ ഒന്നുമില്ല, നമ്മുടെ വില കൂടിയിട്ടുണ്ടെങ്കിൽ എപ്പോഴും സംഖ്യ 100ൻ്റെ മുകളിലായിരിക്കും. വില കുറഞ്ഞേക്കാണെങ്കിൽ എന്ത് ചെയ്യും, സംഖ്യ എപ്പോഴും 100ൻ്റെ താഴെ ആയിരിക്കും വരിക. നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇനി ഇവിടെ കണ്ടുപിടിക്കേണ്ട കാര്യം എന്താണ്, P01 എന്ന് പറഞ്ഞാൽ എന്താണ്, സിഗ്മ P1 ഡിവൈഡ് ബൈ സിഗ്മ P0 ഇൻറ്റു 100 ആണ്. ഈ P1 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പ്രൈസ് ഓഫ് ദ കറണ്ട് ഇയർ ആണ് അല്ലേ, അതാണ് ഇവിടെ തന്നിട്ടുള്ളത്. അതിന് നമ്മൾ എന്ത് ചെയ്യണം, സിഗ്മ കാണണം. സിഗ്മ എന്ന് പറഞ്ഞാൽ എന്താ, അതാണ് നമ്മൾ കേൾക്കേണ്ട അടുത്ത സംഗതി എന്ന് പറഞ്ഞാൽ. ഈ പറഞ്ഞ സംഗതി നമ്മൾ സിഗ്മ എന്നാണ് വിളിക്കുക. എന്ത് വിളിക്കുക, സിഗ്മ എന്നാണ് വിളിക്കുക. സിഗ്മ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്, ടോട്ടൽ എന്നാണ്. എന്താണ്, ആകെ തുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു, സിഗ്മ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് നോമ്പ് തുറക്കാൻ നിങ്ങളെ വിളിച്ചു, നിങ്ങൾക്ക് ഞാൻ ഒരു തവണ 10 ഇട്ടുന്നു, 2 തവണ ഇട്ടുന്നു, 3 തവണ ഇട്ടുന്നു, 4 തവണയും 5ാമത്തെ തവണ ഇട്ടുന്നു അല്ലേ. അപ്പോൾ ഞാനിവിടെ സിഗ്മ 10 എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ 1 മുതൽ 5 തവണ ഞാൻ ഇട്ടുന്ന 10 എണ്ണം കൂട്ടിയാൽ മതി പോരെ. അതാണ് നമ്മൾ സിഗ്മ 10 എന്ന് പറയുന്നത് അല്ലേ. അതേപോലെ നിങ്ങൾ സിഗ്മ കണ്ടുപിടിക്കണം ആദ്യം ചെയ്യേണ്ട കാര്യം. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു സിഗ്മ എന്ന് പറഞ്ഞാൽ ടോട്ടൽ കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ടോട്ടൽ കണ്ടുപിടിച്ച് നോക്കാം. ആദ്യം നമ്മൾ ടോട്ടൽ കണ്ടുപിടിക്കുന്നത് എന്താണ്, ആദ്യം നമ്മളിവിടെ കണ്ടുപിടിക്കുന്നത് സിഗ്മ P0 ആണ്. സിഗ്മ P0 ആണ്. അതിനെന്താ ചെയ്യേണ്ടത്, വേറെ ഒന്നുമില്ല, ഈ പറഞ്ഞ സംഖ്യകളൊക്കെ ഒന്ന് കൂട്ടുക.
10, 15, 30, 25, 40 കൂട്ടിയേക്കാം. 10ഉം 15ഉം 25, 25, 30ഉം 55, 55ഉം 60ഉം 60, 80 വരും. 80, 40, 120 വരും. എത്ര സംഖ്യ വരുന്നത്? 120 കിട്ടി. ഇനി അടുത്തത് സിഗ്മ P1 ആണ്. സിഗ്മ P1 എത്രയും നോക്കാം. എന്താ ചെയ്യേണ്ടത്? ഈ സംഖ്യകൾ കൂട്ടിയേക്കാം. 20, 20, 40, 40, 50, 90, 90, 30, 120, 120, 60, 180 അല്ലേ? അപ്പോൾ ഒന്നുകൂടി നോക്കാം. 90, 90, 180. യെസ്, കറക്റ്റ് ആണല്ലേ? കറക്റ്റാണ്. വാല്യൂസ് ഒക്കെ കിട്ടി കഴിഞ്ഞു. ഇനി നമ്മളെ വാല്യൂസ് ജസ്റ്റ് ഇട്ട് നോക്കാം. അപ്പോൾ എന്ത് ചെയ്യാം? 180 ഡിവൈഡ് ബൈ 120 ഇൻറ്റു 100 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ 180 ഡിവൈഡ് ബൈ 120 എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ പറയാം? 2/3 ആണല്ലേ? അത് ഏകദേശം വാല്യൂ വരാം. ഇവിടെ നമുക്ക് 3/2 ആണ് നമ്മുടെ വാല്യൂ വരാം. 3/2 ഇൻറ്റു 100ന് തുല്യമാണ് ആ സംഖ്യ. ഓക്കെ, നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്നിനും നിൽക്കണ്ട. നിങ്ങൾ വെറുതെ ജസ്റ്റ് ഒറ്റ കാര്യം ചെയ്ത് നോക്കാം. കാൽക്കുലേറ്റർ അങ്ങോട്ട് എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? 180 ഡിവൈഡ് ബൈ 120 എന്ന് ചെയ്ത് നോക്കുക. എത്ര കിട്ടുക? 1.5 എന്ന് കിട്ടും. 1.5 ഇൻറ്റു 100 എന്ന് കിട്ടും. ഫൈനൽ ആൻസർ എത്രയാണ്? 150 എന്ന് കിട്ടും. കണ്ടല്ലോ, ഞാൻ നിങ്ങളോട് പറഞ്ഞു തുടക്കത്തിൽ എത്ര നമുക്ക് വാല്യൂ കിട്ടുക? 150ൻ്റെ മുകളിൽ, 100ൻ്റെ മുകളിൽ കിട്ടുമെന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ നമുക്കിവിടെ കിട്ടിയ കാര്യം തന്നെ സിഗ്മ P0 ആണ് നമുക്കിവിടെ കിട്ടിയത്. 150 കിട്ടിയത് അല്ലേ? ഇതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങളിവിടെ പെർസെൻറ്റേജ് ഒരിക്കലും മിക്കവാറും പേർക്ക് പറ്റുന്ന കാര്യമാണ്. ഇവിടെ എന്ത് ചെയ്യും? 100നെ കൊണ്ട് കുടിച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒരു പെർസെൻറ്റേജ് ഇട്ടേക്കും. അത് ചെയ്യരുത്. അത് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ മണ്ടത്തരാണ്. അത് നമ്മൾ നിൽക്കുക ചെയ്യാൻ പാടില്ല. നെക്സ്റ്റ് നമ്മളിവിടെ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ 150 എന്നുള്ളത് മാറ്റി നമ്മൾ എന്ത് ചെയ്യുക? ഇങ്ങനെ എഴുതിയേക്കാം. പ്രൈസ് ഹാസ് ഇൻക്രീസ്ഡ്, അതായത് വില കൂടിയിട്ടുണ്ട്, ബൈ 50%. ഓക്കെ, എത്ര വിലവർധന ഉണ്ടായത്? ആഗ്രിഗേറ്റഡ് ഉണ്ടായത് എത്രയാണ്? 50% വിലവർധന ഉണ്ടായെന്ന് മാത്രം നമ്മൾ എഴുതിയേക്കാം. ഓക്കെ, ഇനി ഈ ചാപ്റ്ററിൽ നിന്ന് വരാവുന്ന വീണ്ടും ഷുവർ ക്വസ്റ്റ്യൻസ് ഒരുപാടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് ആ ഒരു ഷുവർ ക്വസ്റ്റ്യൻ പറ്റുന്നത് ഇൻഡെക്സ് നമ്പർ ഇഷ്യൂസ് ഇൻ ദ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞുള്ള ഭാഗം പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ മറ്റൊന്ന് വരുന്നതാണ് ഈ പറഞ്ഞ നമ്മൾ പറഞ്ഞ സ്റ്റെപ്സ്. ഓക്കെ, സ്റ്റെപ്സും പറയാറുണ്ടോ? അപ്പോൾ ജസ്റ്റ് ഇത്രയും കാര്യങ്ങൾ നോക്കിക്കാം. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ വീണ്ടും പുതിയൊരു ഷുവർ ക്വസ്റ്റ്യൻ ആയിട്ട് കാണുന്നതായിരിക്കും. വൺസ് അഗൈൻ ഇറ്റ്സ് മീ സബീൻ. ഹാപ്പി ലേണിംഗ് ഓൾ. Bye.